ഇതെന്തേ കാണുന്നേ? ഊട്ടിയിലെ കൊടുന്നണപ്പിൽ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സുന്ദരിക്കുട്ടി. നീ എന്തിനാ ഊട്ടി പോയേ? റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കണമെന്ന് മലേഷ്യൻ അമ്മാവൻ പറഞ്ഞു. പക്ഷേ വന്നത് ഇവളാണ്. അതിന് സുലിച്ചേച്ചി അപ്പൊ ഊട്ടിയിലെത്തി. സുലിച്ചേച്ചിയാ? Welcome to Ooty. Nice to meet you. ഓ, ഇന്നലെ മൊബൈലിൽ കിലുക്ക സിനിമ കണ്ടിട്ട് കിടന്നുറങ്ങിയതിൻ്റെ അതാണ് കിലുക്ക സ്വപ്നം കണ്ടത്. ഓരോരോ കാര്യങ്ങൾ ഊട്ടിപ്പട്ടണം സന്നാവാണ. ഇതിപ്പോ ആര് രാത്രി അമ്മാവനോ? അമ്മാവാ പിന്നെന്താ? വര. ഓക്കെ. മൂന്നാറ് ഊട്ടി തണുപ്പ്. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം. ലില്ലിയുടെ കയ്യിലൊരു ചുമന്ന ചെറിയ ഭാഗം അതുകൂടെ കൊണ്ടുപോകണം. കാര്യം ഓറഞ്ചും ഒക്കെ കൊണ്ടുവരണമെങ്കിലേ സ്ഥലം വേണം. കോട കയറി വരുന്ന ഒന്ന് കാണണം തങ്കച്ചേട്ടത്തി. കോട വന്ന് നമുക്ക് തൊട്ടടുത്തിരിക്കുന്നവരെ പോലും കാണാൻ പറ്റത്തില്ല. മഞ്ഞിങ്ങനെ അങ്ങ് വരും. ഓ, അന്നേരം ഒരു ചൂട് കാപ്പി അടിക്കണം. പിന്നെ റോഡിന്റെ രണ്ട് സൈഡിലും ഓറഞ്ചും ആപ്പിളും ഇങ്ങനെ അങ്ങ് കിടക്കും. അത് കൊണ്ടോണ്ട. ഞാനല്ലേ കൊടുക്കുന്നത്. ലില്ലി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അമ്പലത്തിലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും സ്ഥലമില്ലാതെ 3 വരെ പോണ എന്ത് കാര്യത്തിനാ? ശരിയാണ്. അതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ഒരു ഉദ്ദേശമല്ല, ഇതിന്റെ പേരില് കറങ്ങണം. അത്ര തന്നെ. അത് യൂട്യൂബിനകത്ത് നോക്കി കഴിഞ്ഞപ്പോ അവിടെ വിലക്കുറവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നില്ല. പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്ത വിലക്കുറവ് മൂന്നാർ. ഇവിടെ നല്ല വിലക്കുറവില് ഞങ്ങൾ വാങ്ങിച്ചു തരാം. അതിന്റെ ബട്ടൺ സൂരാദ്യം. ബട്ടൺ സൂരണ്ടേ? അത് ഊരി തരണ്ടേ ലില്ലി? ഒന്നാമത്തെ മൂന്നാറിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പൊ എല്ലായിടത്തും ചൂടാ. എന്തോ ആര് പറഞ്ഞു? ഇവിടെ അവിടെ ഇപ്പൊ നീലക്കുറിഞ്ഞ് ഇങ്ങനെ പൂത്ത് നീലിച്ച് കിടക്കുവാ മലകൾ മുഴുവനും. ചുമ്മാതാ ചേച്ചി, ചൂടത്തൊന്നും അല്ല നീലക്കുറിഞ്ഞ് പൂക്കണത്. എന്റെ ലില്ലിപ്പെണ്ണ ഇവിടാണ് ചൂട്, അവിടെ ഫുള്ള് തണുപ്പല്ലേ. പിന്നെ കോട ഇങ്ങനെ കേറി ഇത് കൊണ്ടുപോകുന്ന എന്തിന്? ചൂടാണ് ഇതിട്ടോണ്ട് പോവോ? അവിടുത്തെ തണുപ്പിനകത്തൊന്ന് നിക്കണം. ഒരു ചൂട് കട്ടൻ കാപ്പി ഒരു ബീഡിയും വലിച്ചാണ്ടല്ലോ, അതാണ് സ്വർഗം. നിങ്ങൾക്ക് കുന്തോ അറിയാം. നീ ഇപ്പൊ പറഞ്ഞു കേട്ടാ തോന്നുന്നു മറ്റെന്തല്ലോടി, മറ്റേ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലം ഹിമാലയം, അങ്ങോട്ടൊന്നും അല്ലല്ലോ നീ പോണത്. ഈ അപ്പുറത്ത് കാണുന്ന മൂന്നാറിലോട്ടല്ലേ? ഞങ്ങൾക്ക് അതൊന്നും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ല. അയ്യോ, ഒരു ശകലം പോലും കുശുമില്ല പെണ്ണുമ്പിള്ളക്ക്. ഈ അപ്പുറത്ത് കിടക്കുന്ന മൂന്നാർ ഇതുവരെ കാലുകുത്തങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? പോയവർക്ക് അറിയത്തുള്ള അവിടുത്തെ അനുഭവം. അവരുണ്ടായിരുന്നെങ്കിൽ നമ്മളെ കൊണ്ടുപോയേനെ. ആരാ? അവരില്ലാഞ്ഞത് കാര്യമായി. അതുകൊണ്ട് ആ ചാൻസ് എനിക്ക്. പിന്നെ അവരുണ്ടായിരുന്നെ ഞങ്ങളൊരു ഫാമിലി ടൂർ ആയിട്ട് പോയത്. റിസോർട്ടിൽ പോയ പോലെ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാൻ വീഡിയോ എടുത്തോണ്ട് ഒന്ന് കാണിക്കാം. കാര്യം ഞാൻ തട്ടി പിടിക്കും. എന്തായാലും മെനഞ്ഞാന്ന് ഒട്ടും തണുപ്പുണ്ടാവരുതേ, ചൂടെടുത്ത് പണ്ടാറടങ്ങണം. അയ്യോ, അവിടെ അങ്ങോട്ടാ മറ്റേ പാലം അങ്ങോട്ട് കയറി അടിമാലി ഭാഗം തൊട്ട് അങ്ങോട്ട് പിന്നെ തണുപ്പ് അങ്ങ് തൊട്ട് ഫ്രണ്ടി പോണ്ട വണ്ടി കാണാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഇത് കറക്റ്റ് ആവും. എല്ലാം പറയുമ്പോഴത്തേക്ക് അച്ഛൻ തള്ളു കൂടുതല. നമുക്ക് എന്താണെങ്കിലും പെൺപുലികളുടെ ഒരു മൂന്നാർ യാത്ര നടത്തും. എന്റെ പൊന്നു ചേട്ടത്തി ചതിക്കരുത്. ഇല്ല, പോകരുത്. നിങ്ങൾ പെൺപുലികളല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് വേണം ആ കോട എല്ലാടെ കാറ്റടിച്ച് തമിഴ്നാട്ടിലോട്ട് വരാം. പ്ലീസ്, ആ മൂന്നാർ പാങ്ങളൊന്ന് ജീവിച്ചു നോക്കണം. പോലെ ഇത് കറക്റ്റാവും. ഞാൻ നോക്കിക്കോടാം. മെനഞ്ഞാൻ എന്തായാലും മാമൻ്റെ കൂടെ പോകാൻ പറ്റിയത് ഭാഗ്യമായി. ഞാൻ ആ ചീരയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നതും ആ കൃഷിയോടുള്ള എൻ്റെ ഉത്തരവാദിത്തം കണ്ടിട്ടെ അമ്മാവൻ പറയാം, നീ എൻ്റെ കൂടെ കൂടിക്കോ, അത് കൃഷിയുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കാമെന്ന്. എനിക്ക് തോന്നുന്നു അമ്മാവന് മക്കളൊന്നും ഇല്ലാത്തോണ്ടേ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാനാ പരിപാടി. കിട്ടും. പോകണ്ട, പുതിയ ബാഗ്. അല്ല, അത് ഞാൻ പോകുന്ന വഴിക്ക് ആരെങ്കിലും കൊണ്ട്